സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ വേൾഡ് കപ്പ് നേടിയിരിക്കുകയാണ്. 17 വർഷത്തെ ചരിത്രമാണ് ഇന്ത്യ തിരിച്ചിരിക്കുന്നത്. 2007 ഇന്ത്യ അവസാനമായിട്ട് T20 വേൾഡ് കപ്പ് നേടിയത്. ഇപ്രാവശ്യം ഇന്ത്യ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് പോലുള്ള വമ്പൻ ടീമിനെ അട്ടിമറിച്ചാണ് കപ്പ് നേടിയത്. ഇപ്പോഴത്തെ ഇന്ന് ഇന്ത്യയുടെ വിജയം കണ്ട് ഓസ്ട്രേലിയൻ ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 7 റൺസിനാണ് ഇന്ത്യ കളി ജയിച്ചത്. തോറ്റ മത്സരമാണ് അവസാനം ഇന്ത്യ തിരിച്ചു പിടിച്ചത്. ഇന്ത്യ ജയിച്ചെന്ന് ആർക്കും തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് ഓസീസ് ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യൻ ടീം എങ്ങനെ കളി ജയിച്ചു? ഇത് ഒത്തുകളിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ 30 ബോളിൽ 30 റൺസ് മാത്രമേ സൗത്ത് ആഫ്രിക്കൻ ടീമിനെ ജയിക്കാൻ വേണ്ടിയിരുന്നുള്ളൂ. പിന്നീട് എങ്ങനെയാണ് അവർ കളി തോറ്റത്? ഇത് സൗത്ത് ആഫ്രിക്ക ഒത്തുകളിച്ചതാണ്. ഇന്ത്യൻ ടീം ചതിയിലൂടെയാണ് കളി ജയിച്ചത്. അല്ലാതെ ഇന്ത്യക്ക് ഒരിക്കലും വേൾഡ് കപ്പ് നേടാൻ സാധിക്കില്ല. ഞങ്ങളെപ്പോലുള്ള മികച്ച ടീമുകൾ ഇവിടെയുണ്ട്. ഇന്ത്യ വേൾഡ് കപ്പ് നേടിയെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. ICC ഈ മാച്ച് ശരിക്ക് അന്വേഷിക്കണം. ഈ ഒരു കളിയിൽ എവിടെയോ മിസ്റ്റേക്ക് നടന്നിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കൻ ടീം ഇത്രയും മണ്ടന്മാരാണോ? ജയിച്ച മത്സരം മനഃപൂർവ്വം വിട്ടുകൊടുത്തിരിക്കുന്നു. ഇന്ത്യ നേടിയത് വലിയ വിജയമല്ല, ഭാഗ്യം കൊണ്ടാണ് ഇന്ത്യ ജയിച്ചതെന്ന് ഓസീസ് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യ ജയിച്ചത് ഓസ്ട്രേലിയക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എപ്പോഴും അവർക്ക് കപ്പ് നേടണം. ഇന്ത്യ കപ്പ് നേടുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അവരിപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും കളി കണ്ട എല്ലാവർക്കും അത് തോന്നിപ്പോകും. കാരണം ജയിച്ച മത്സരമാണ് സൗത്ത് ആഫ്രിക്ക അവസാനം കൊണ്ടുപോയി കളഞ്ഞത്. അതിന് കാരണം ഇന്ത്യയുടെ ബൗളിംഗ് ആണ്. മികച്ച ബൗളിംഗ് കൊണ്ടാണ് ഇന്ത്യ കളി തിരിച്ചു പിടിച്ചത്. ബുംറയും പാണ്ഡ്യയും ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇന്ത്യ ഇന്ന് കപ്പ് നേടില്ല. ഈ 2 താരങ്ങളാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. അതുപോലെ ബാറ്റിങ്ങിൽ കോഹ്ലിയും ക്യാപ്റ്റനായിട്ട് രോഹിത് ശർമ്മയും. ഇതൊരു ടീം വർക്കിന്റെ വിജയം തന്നെയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.